ഹായ് ഓൾ, വെൽക്കം ടു എഡ്ഫിൽ ലേണിംഗ്. നമ്മളുടെ സൈക്കോളജിയുടെ ഒരു പുതിയ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പം PYQ അല്ലേ, പ്രീവിയസ് ഇയർ 2023 ഒക്ടോബറിൽ നടന്നിട്ടുള്ള കേട്ടറ്റ് എക്സാമിൻ്റെ ആൻസേഴ്സ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എങ്ങനെയാണ് ആൻസർ വന്നിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ചോദ്യം, കുടുംബത്തിൽ ആദ്യം തന്നെ ഒരു അപ്ലിക്കേഷണൽ ലെവലാണ് കേട്ടോ വന്നിട്ടുള്ളത്. കുടുംബത്തിൽ നിന്നും പീഡനം നേരിടുന്ന ഒരു കുട്ടി ആ വിവരം ടീച്ചറോട് പറഞ്ഞാൽ ടീച്ചർ അനുവർത്തിക്കേണ്ട ഏറ്റവും അഭിലഷണീയമായ രീതി. അല്ലേ, അപ്ലിക്കേഷണൽ ലെവൽ വരുമ്പോൾ തന്നെ നമുക്കുള്ളൊരു പ്രശ്നമാണ്. 4 കറക്റ്റ് ആൻസർ ആണ് തോന്നും, പക്ഷെ നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും അഭിലഷണീയമായ രീതി, ഏറ്റവും അഭിലഷണീയമായ ആൻസർ ഏതാണെന്ന് ചൂസ് ചെയ്യാനാണ് പറഞ്ഞത്. സോ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, കുട്ടിയോട് അത് അവഗണിക്കാൻ ഉപദേശിക്കുന്നു, വേണ്ട അത് മൈൻഡ് ചെയ്യണ്ടെന്ന് പറയുന്നു. ഓപ്ഷൻ ബി, സ്കൂൾ അധികൃതരെ വിവരം അറിയിക്കുന്നു. ഓപ്ഷൻ സി, രക്ഷിതാക്കളുമായി ചർച്ച ചെയ്ത് ആ കുട്ടിയെ ഈ അവസ്ഥയിൽ നിന്ന് കരകയറാൻ സഹായിക്കുന്നു. ഓപ്ഷൻ ഡി, അവനെ അല്ലെങ്കിൽ അവളെ ഫോസ്റ്റർ ഹോമിലേക്ക് അയക്കുന്നു. അല്ലേ, അപ്പം വീട്ടിൽ നിന്നാണ്, രക്ഷിതാക്കളുടെ അടുത്ത് നിന്നാണ് പീഡനം നേരിടുന്നത് എന്ന് ഈ കുട്ടി ടീച്ചറോട് വന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഏത് രീതിയാണ് ചൂസ് ചെയ്യാന്നാണ് ചോദ്യം. അല്ലേ, അപ്പം കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ കുട്ടിയെ നമുക്ക് നന്നായിട്ട് അറിയാം. എന്താണ്, കുട്ടി തീരെ കള്ളത്തരം ഒന്നും പറയൂല എന്നുള്ളൊരു കുട്ടിയാണെങ്കിൽ നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം സ്കൂൾ അധികൃതരുമായിട്ടൊന്നൊക്കെ ഒന്ന് ചർച്ച ചെയ്യാം. പക്ഷെ ഇവിടെ അത്തരത്തിലുള്ളൊരു കേസ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം നമ്മൾ ആദ്യം ഇപ്പോൾ ഈ കുട്ടി ഹോംവർക്ക് ചെയ്യാത്ത എന്താ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും നല്ല തല്ലാണ്, അപ്പോൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് ഈ കുട്ടി പറഞ്ഞു എന്ന് വെക്കുക. അപ്പോൾ ടീച്ചർക്ക് അത് ഒരു അതായത് റീസണബിൾ അല്ല എന്ന് തോന്നി. അത്തരത്തിലാകും നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, രക്ഷിതാക്കളുമായിട്ട് ചർച്ച ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഈ കുട്ടിയെ ഈ അവസ്ഥയിൽ നിന്ന് കരകയറ്റാൻ സഹായിക്കണം. അല്ലേ, അപ്പോൾ നമ്മൾ കുട്ടിയെ അത്രയും നമുക്ക് അറിയില്ല അല്ലെങ്കിൽ വിശ്വസിക്കാൻ കഴിയാത്ത കാര്യമൊക്കെ ആണെങ്കിൽ നമ്മളെപ്പോഴും ആദ്യം നമ്മൾ രക്ഷിതാക്കളുമായിട്ട് ചർച്ച ചെയ്യുകയാണ് വേണ്ടത്. അല്ലേ, എന്നിട്ടാണ് നമ്മൾ സ്കൂൾ അധികൃതരെ അറിയിക്കുക. അതിനൊക്കെ ശേഷം ഏറ്റവും അവസാനത്തിലാണ് നമ്മൾ ഫോസ്റ്റർ ഹോമിലോട്ടൊക്കെ അയക്കുക. അല്ലേ, സോ അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ പ്രത്യക്ഷണ നിയമം ഏത്? സോ ആദ്യത്തത് ചോദക വിവേചന നിയമം, ബി സമ്പൂർണ്ണ നിയമം, ഓപ്ഷൻ സി വിലോപ നിയമം, ഓപ്ഷൻ ഡി പുനഃപ്രാപ്തി നിയമം. അപ്പോൾ പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ കറക്റ്റ് ആൻസർ അറിയാം, സമ്പൂർണ്ണ നിയമമാണ്. ബാക്കിയുള്ളതൊക്കെ എന്താണ്, നമ്മളുടെ കണ്ടീഷണൽ അല്ലേ തിയറിയിൽ വരുന്നതാണ്. ബാക്കി ചോദക വിവേചനവും വിലോപ നിയമവും പുനഃപ്രാപ്തി നിയമം ഒക്കെ നമ്മളുടെ പാവ്ലോയുടെ കണ്ടീഷനിങ് തിയറിയിൽ വരുന്നതാണ്. ഇതിൽ സമ്പൂർണ്ണ നിയമം മാത്രമാണ് എന്ത് വരുന്നത്, പ്രത്യക്ഷണ നിയമത്തിൽ വരുന്നത്. അല്ലേ, പ്രത്യക്ഷണ നിയമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാ, നമ്മളുടെ ഗസ്റ്റാൾട്ട് തിയറിയിൽ വരുന്നതാണ്. ഗസ്റ്റാൾട്ട് തിയറിയിലാണ് പ്രത്യക്ഷണ നിയമങ്ങൾ വരുന്നത്. ഏതാണ്, സാമീപ്യ നിയമം, സമ്പൂർണ്ണ ലോ ഓഫ് കണ്ടിന്യൂറ്റി, ലോ ഓഫ് ക്ലോഷർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, അതാണ് പ്രത്യക്ഷണ നിയമം. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പുരോഗമന വിദ്യാഭ്യാസത്തിന്റെ സവിശേഷത അല്ലാത്തത് ഏത്? അല്ലാത്തതാണ് കേട്ടോ ചോദിച്ചത്, എപ്പോഴും നോട്ട് ചെയ്യുക, ആയതാണോ അല്ലാത്തതാണോ എന്നുള്ളത്. സോ ആദ്യം എന്ത് ചെയ്യണം, പുരോഗമന വിദ്യാഭ്യാസം എന്താണ് എന്നുള്ളൊരു ഐഡിയ വേണം. അല്ലേ, അതിനെന്ത് വേണം, നമ്മളുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രീതിയും പേപ്പറൊക്കെ വെച്ചിട്ട് ചെറിയൊരു ബന്ധം വേണം, എങ്കിലേ ഇതിന് ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. പുരോഗമന വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇപ്പോഴത്തെ സ്കൂളുകളിലുള്ള വിദ്യാഭ്യാസം, അതാണ് പുരോഗമന വിദ്യാഭ്യാസം. അല്ലേ, ഇപ്പം കാലം പോയിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ അതേ പാറ്റേണിൽ അതിനെ ഫോളോ ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ രീതിയാണ് നമ്മുടെ ഇപ്പം ഈ ഹൈടെക് കാര്യങ്ങൾ, സാങ്കേതിക വിദ്യയിൽ വന്നിട്ടുള്ള കുതിച്ചുചാട്ടം നമ്മളുടെ സ്കൂളുകളിലും വന്നില്ലേ, സ്കൂളുകളിൽ പ്രൊജക്ടറുകളും ലാപ്ടോപ്പുകളും ഒക്കെ വരുന്നുണ്ട്. അപ്പം അത്തരത്തിൽ നാട് പുരോഗമിക്കുമ്പം അതിൻ്റെ കൂടെ തന്നെ കുട്ടികളെയും പിടിച്ചുകൊണ്ട് സ്കൂൾ പുരോഗമിച്ച് വിദ്യാഭ്യാസം പുരോഗമിച്ച് കൊണ്ടുപോകുന്നതാണ് പുരോഗമന വിദ്യാഭ്യാസ രീതി കേട്ടോ. അപ്പം അതിൽ അല്ലാത്തതാണ് ചോദിച്ചത്. സോ ഓപ്ഷൻ എ, പ്രശ്നപരിഹാരത്തിനും വിമർശനാത്മക ചിന്തക്കും ഊന്നൽ നൽകുന്നു. അത് കറക്റ്റാണ് അല്ലേ. എന്താണ്, പ്രശ്നപരിഹരണത്തിനും വിമർശനാത്മകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടി എന്താണ്, ഒരു കുട്ടി ഒരു കാര്യം ക്ലാസ് റൂമിൽ അവതരിപ്പിച്ചു, അപ്പം നമ്മൾ അതിൻ്റെ പോസിറ്റീവും പറയും നെഗറ്റീവും പറയും, അതാണ് വിമർശനാത്മക ചിന്ത. ഇതിന് രണ്ടും ഇപ്പോഴത്തെ വിദ്യാഭ്യാസം ഊന്നൽ നൽകുന്നുണ്ട്. ദെൻ ഓപ്ഷൻ ബി, അനുഭവവേദ്യമായ പഠനം പ്രോത്സാഹിപ്പിക്കുന്നു. അല്ലേ, കുട്ടികളെ അനുഭവിച്ചുകൊണ്ട്, ഇപ്പോൾ ഒരു പൂന്തോട്ടത്തെ അല്ലെങ്കിൽ ഒരു മൃഗങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു ഫീൽഡ് ട്രിപ്പ് നമ്മൾ സൂലോട്ട് നടത്തിക്കൊണ്ട്, അതാണ് അനുഭവവേദ്യമായ പഠനമാണ് നമ്മൾ സാധ്യമാക്കുന്നത്. ദെൻ ബഹുവിഷയ പാഠ്യപദ്ധതി. ദെൻ ഓപ്ഷൻ ഡി, അധ്യാപക കേന്ദ്രീകൃത ബോധനശാസ്ത്രം.
ആണോ? അധ്യാപക കേന്ദ്രീകൃതമല്ല. നമ്മളിപ്പോൾ വിദ്യാർത്ഥി കേന്ദ്രീകൃതമാണ് അല്ലേ, ശിശു കേന്ദ്രീകൃതമാണ്. കുട്ടിക്ക് എന്താണോ പഠിക്കാൻ താല്പര്യം അതനുസരിച്ചിട്ടാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കിയത് അല്ലേ. നമ്മൾ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലുള്ള കുട്ടികളാണെങ്കിൽ അവരെന്താണ് പ്രവർത്തിച്ചുകൊണ്ട് പഠിക്കുന്ന കുട്ടികളല്ലേ, അടങ്ങിയിരിക്കുമോ? 10 മണി മുതൽ 4 മണി വരെ ബെഞ്ചിൽ അടങ്ങിയിരിക്കുമോ? ഇല്ല, അവർ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കും. അപ്പോൾ അത്തരത്തിൽ അവർക്കപ്പോൾ ഫുള്ള് കളി രീതികളായിരിക്കും ടെക്സ്റ്റ് ബുക്കിലും ഉണ്ടാവുക, ഈ പൊട്ടാറ്റോ ഗ്യാതറിങ് പോലെയുള്ള കളികൾ അല്ലേ, നമ്മൾ കാറ്റഗറി 1-ന്റെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ്. സോ അതുപോലെ എന്താണ്, വിദ്യാർത്ഥി കേന്ദ്രീകൃത പാഠ്യപദ്ധതിയാണ് നമ്മളുടെ പുരോഗമന വിദ്യാഭ്യാസത്തിൽ ഉണ്ടാവുക, അല്ലാണ്ട് അധ്യാപക കേന്ദ്രീകൃതമല്ല. ഓക്കെ, അടുത്ത ചോദ്യം. ഓക്കെ, അപ്പോൾ പ്രോഗ്രസീവ് ടീച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് ചെറുതായിട്ട്, സംയോജിത പാഠ്യപദ്ധതിയാണ് അല്ലേ, എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് അനുഭവേദ്യമാണ്, പ്രവർത്തനാധിഷ്ഠിതമാണ്, പ്രക്രിയാബന്ധിതമാണ്, കാര്യങ്ങളൊക്കെ വരുന്നതാണ്. പ്രശ്നപരിഹാരത്തിനും വിമർശനാത്മകതയ്ക്കും പ്രാധാന്യം നൽകും അല്ലേ. നമ്മളൊരു പ്രശ്നം പരിഹരിക്കാനും നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാര്യം ക്ലാസ്സിൽ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും പറഞ്ഞിട്ട് ക്ലാസ് നല്ലൊരു സഹകരിച്ചുകൊണ്ടുള്ളൊരു ക്ലാസ് മുറി ആയിരിക്കും ഉണ്ടാവുക. ഗ്രൂപ്പ് പ്രവർത്തനം, നമ്മൾ ഞാൻ എൻ്റേത് എന്നുള്ള ആ ഒരു പാശ്ചാത്യ ചിന്തയിലോട്ട് പോവാണ്ടിരിക്കാൻ നമ്മളുടെ വിദ്യാഭ്യാസ രീതിയിലുള്ള ഏറ്റവും മഹത്തായിട്ടുള്ളൊരു പ്രവർത്തനമാണ് ഗ്രൂപ്പ് പ്രവർത്തനം അല്ലേ. അതായത് എനിക്ക് എൻ്റെ ഉത്തരം മാത്രം മതി, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതം മാത്രം മതി എന്നുള്ളൊരു ചിന്തയല്ല വേണ്ടത്. നമ്മൾ സമൂഹമായിട്ട് ജീവിക്കുമ്പോൾ ബാക്കിയുള്ളവരുടെ സഹായത്തോടു കൂടിയൊക്കെയാണ് നമ്മൾ ജീവിക്കുക. അപ്പം അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാക്കാനും വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ് മുറികളിൽ കൊടുക്കുന്നതാണ് ഈ ഗ്രൂപ്പ് പ്രവർത്തനം. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിദ്യാഭ്യാസ രീതിയാണ് നമ്മളുടെ പ്രോഗ്രസീവ് ടീച്ചിങ് അല്ലെങ്കിൽ പുരോഗമന വിദ്യാഭ്യാസം. ഓക്കെ, അടുത്ത ചോദ്യം, ലിംഗസമത്വം ഉറപ്പാക്കപ്പെടുന്നത് എപ്പോഴാണെന്നാണ് കേട്ടോ. ഓപ്ഷൻ എ, ലിംഗവ്യത്യാസമില്ലാത്ത യൂണിഫോം ഏർപ്പെടുത്തുമ്പോൾ. ഓപ്ഷൻ ബി, അവസര സമത്വം എല്ലാവർക്കും ലഭ്യമാക്കുമ്പോൾ. ഓപ്ഷൻ സി, എല്ലാ ലിംഗത്തിൽപ്പെട്ടവർക്കും വേണ്ട ഭൗതിക സാഹചര്യം ലഭ്യമാക്കുമ്പോൾ. ഓപ്ഷൻ ഡി, സഹവിദ്യാഭ്യാസം പ്രചരിക്കുമ്പോൾ. അല്ലേ, ലിംഗസമത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അവസര സമത്വമാണ്. ഓക്കെ, എല്ലാവർക്കും തുല്യ അവസരം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ നിന്നാണ് നമ്മൾ ലിംഗസമത്വം. നമ്മൾ കൂലി കൊടുക്കുമ്പോഴൊക്കെ പറയൂലേ, ശമ്പളം കൊടുക്കുമ്പോഴൊക്കെ ജോലി, ആ ഒരു ജോലിക്ക് മെയിലായാലും ഫീമെയിലായാലും ആണായാലും പെണ്ണായാലും തുല്യ വേതനം നൽകുക, അതാണ് അവസര സമത്വം എന്നാണ് നമ്മൾ ഈ ലിംഗസമത്വം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് യൂണിഫോം ബയാസ് ഇല്ലാണ്ട് ഒരേ യൂണിഫോം ആക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അടുത്തത്, വിദ്യാർത്ഥികൾക്ക് വ്യക്തമായ ആശയ രൂപീകരണത്തിനായി ധാരാളം മാതൃകകൾ ഉപയോഗിക്കുകയും അവയുടെ നിരീക്ഷണത്തിലൂടെയും തിരിച്ചറിവിലൂടെയും ആശയം പഠിക്കാൻ ഉപയോഗപ്പെടുത്തുന്നു. ഇവിടെ സൂചിപ്പിക്കുന്ന സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരെന്നാണ്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, ആൽബർട്ട് ബന്ദൂര. ഓപ്ഷൻ ബി, ഇവാൻ പാവ്ലോവ്. ഓപ്ഷൻ സി, ഡേവിഡ് ഓസ്ബെൽ. ഓപ്ഷൻ ഡി, ലെവ് വൈഗോട്സ്കി. അല്ലേ, നമുക്കറിയാം മോഡല്, അറ്റൻഷൻ, റിട്ടൻഷൻ, മോട്ടോർ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 4 സ്റ്റേജിൽ ആദ്യം കുട്ടിക്ക് ഒരു മാതൃക നൽകണം, കുട്ടി അതിനെ നിരീക്ഷിക്കുന്നു, എന്നിട്ട് അത് ഓർമ്മയിൽ വെക്കുന്നു, പിന്നീട് ഒരു സന്ദർഭം വരുമ്പോൾ കുട്ടി അത് മോട്ടോർ റീപ്രൊഡക്ഷൻ അല്ലേ, തിരിച്ചറിവായിട്ട് അത് ചെയ്യുന്നു. അത്തരത്തിലുള്ള കാര്യം പറഞ്ഞത് ആരാണ്? നമ്മളുടെ ആൽബർട്ട് ബന്ദൂര അല്ലേ. ബാക്കിയുള്ളവരൊക്കെ അറിയാം, നമ്മളുടെ കണ്ടീഷനിങ് തിയറിയിൽ വരുന്നതാണ് പാവ്ലോ. ഓസ്ബെൽ പഠന തിയറിയിൽ വരും. വൈഗോട്സ്കി നമ്മളുടെ സാമൂഹ്യ പഠന സിദ്ധാന്തങ്ങളിലൊക്കെ വരും. ഓക്കെ, അടുത്തത് ചേരുംപടി ചേർക്കുക. അപ്പോൾ നമുക്ക് ഐക്യു അല്ലെങ്കിൽ വൈകാരിക ബുദ്ധി എന്നുള്ളൊരു ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളൊരു ചേരുംപടിയാണ്. സോ സംഘഘടക സിദ്ധാന്തം ഇവരിൽ ആരാണ് കൊണ്ടുവന്നിട്ടുള്ളത്? ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് ആരുടെ ബുക്കാണ്? ഇതൊക്കെ എന്താണെന്നുള്ളത് ആദ്യം നമുക്ക് തിരിച്ചറിവാണ് കേട്ടോ. സോ സംഘഘടക സിദ്ധാന്തം എന്നുള്ളത് ആര് കൊണ്ടുവന്നതാണ്? നമ്മളുടെ തേഴ്സൺ അല്ലേ. അതുപോലെ ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്നുള്ളത് ഒരു ബുക്കാണ്, അത് ആര് എഴുതിയതാണ്? നമ്മളുടെ ഹവാർഡ് ഗാർഡനറുടെ, നമ്മളുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് MI തിയറി കൊണ്ടുവന്നിട്ടുള്ള, ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം കൊണ്ടുവന്നിട്ടുള്ള ഹവാർഡ് ഗാർഡനറുടെ ഒരു ബുക്കാണ് ഫ്രെയിംസ് ഓഫ് മൈൻഡ്. ഈ ഫ്രെയിംസ് ഓഫ് മൈൻഡിലാണ് ഇദ്ദേഹം ഈ 8 ഇൻ്റലിജൻസിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നത്. വൈകാരിക ബുദ്ധി അത് നമ്മളുടെ ഡാനിയൽ ഗോൾമാൻ കൊണ്ടുവന്നിട്ടുള്ളതാണ്. വിവര വിശകലന സിദ്ധാന്തം ആര് കൊണ്ടുവന്നിട്ടുള്ളതാണ്? സ്റ്റേൺബർഗ് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ബുദ്ധിയുടെ ഘടന ഗിൽഫോർഡ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഓപ്ഷൻസ് തന്നിട്ടുള്ളതിൽ കറക്റ്റ് ചേരുംപടി ചേർത്തിട്ടുള്ളത് ഏതാണെന്ന് നോക്കുക. ഏതാണ്? ഓക്കെ, ഓപ്ഷൻ ബി സംഘഘടകം
അഞ്ചാമത്തേത് അതും കൂടി ഒന്ന് നോക്കണം കേട്ടോ. ചേരുംപടി ചേർക്കാനും കൂടി കറക്റ്റായിട്ടൊന്ന് പഠിക്കണം. എ എന്നുള്ളത് 5 ബി എന്നുള്ളത് 1 സി എന്നുള്ളത് ഏതാണ്? ഡാനിയൽ ഗോൾമാൻ 4. അപ്പം അതുപോലെ തന്നെ വരുന്നത് ഏതാണെന്ന് നോക്കാം അല്ലേ. എ 5 ബി 1 സി 4 ഡി 2 ഇ 3. ഓക്കെ, ഇത്തരത്തിൽ ചേരുംപടി ചേർക്കുമ്പോൾ ഈ അക്കങ്ങളും ഇതും മാറിപ്പോവാണ്ടോ ഒന്ന് നോക്കണം കേട്ടോ. ഞാൻ അടുത്ത ചോദ്യം, വ്യക്തമായ മാർഗനിർദ്ദേശങ്ങളുടെയും മാനദണ്ഡങ്ങളുടെയും അടിസ്ഥാനത്തിൽ സംഘമായി ചർച്ച ചെയ്ത് ഒരാശയം രൂപീകരിക്കാൻ ആവശ്യപ്പെടുന്ന ടീച്ചർ ഉപയോഗപ്പെടുത്തുന്നത് ഏത്? സോ ഓപ്ഷൻ എ മസ്തിഷ്കോച്ചാടനം, ഓപ്ഷൻ ബി സിമുലേറ്റഡ് പഠനം, ഓപ്ഷൻ സി സഹകരണ പഠനം, ഓപ്ഷൻ ഡി സഹവർത്തിത പഠനം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ ഇതാണ് നമ്മളുടെ കീവേഡ്. ഓക്കെ, അതുപോലെ മാനദണ്ഡങ്ങൾ ഇതാണ് നമ്മളിവിടെ നോക്കി വെക്കേണ്ട കാര്യം. സോ നമുക്കറിയാം മസ്തിഷ്കോച്ചാടനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ക്ലാസ്സിൽ നടത്തുന്ന ഒരിതാണ്. അതായത് ഒരു ചോദ്യം ചോദിച്ചു, കുട്ടികൾ ചെറപ്പറാന്ന് ഉത്തരം പറയില്ലേ, ഓരോ കുട്ടികളുടെയും ആശയം ആ കുട്ടികൾ പങ്കുവെക്കും. അതാണ് ബ്രെയിൻ സ്റ്റോമിങ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് നമുക്കൊരു ആശയങ്ങളുടെ കൊടുങ്കാറ്റ് കിട്ടും അല്ലേ, അതാണ് ബ്രെയിൻ സ്റ്റോമിങ്. അപ്പം അതല്ല ഇവിടെ എന്നുള്ളത് മനസ്സിലായി. ദെൻ അടുത്തത് സിമുലേറ്റഡ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സിമുലേഷൻ ക്ലാസ് ഒക്കെ നടത്തും അല്ലേ. BEd TTC ഒക്കെ പഠിക്കുന്നവരാണെങ്കിൽ അറിയാം എന്താണ്, കുട്ടികളായിട്ട് നമ്മൾ തന്നെ ഇരുന്നിട്ട് ചെയ്യുന്നതാണ് സിമുലേറ്റഡ് ലേണിംഗ്. അതല്ല. ദെൻ സഹകരണ പഠനമുണ്ട്, സഹവർത്തിത പഠനമുണ്ട്. അപ്പം ഇവിടെ കറക്റ്റായിട്ട് ആൻസർ വരിക ഏതാണ്? സഹകരണ പഠനമാണ്. അപ്പം ഇനി ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞുതരാം. സഹകരണ പഠനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ പറഞ്ഞു, വ്യക്തമായ ഒരു മാർഗനിർദ്ദേശം ഉണ്ടാകും, മാനദണ്ഡങ്ങളും ഉണ്ടാകും. അതായത് ഇത് രണ്ടും ഗ്രൂപ്പ് ആക്ടിവിറ്റി തന്നെയാണ്. സഹകരണ പഠനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ്, ടീച്ചർ ഒരു വ്യക്തമായിട്ടുള്ള മാർഗനിർദ്ദേശം കൊടുക്കും, ഇന്ന പ്രവർത്തനത്തിലൂടെയൊക്കെ പോയാൽ മതി എന്ന് പറയും. അങ്ങനെ വ്യക്തമായിട്ട് ടീച്ചർ തന്നെ കുട്ടികളെ നയിക്കും. നേരെ മറിച്ച് സഹവർത്തിത പഠനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഒരു സയൻസ് ക്ലാസ്സിൽ ഒരു അധ്യാപിക പറയാണ് എന്താണ്, ഒരു വസ്തുവിന് നമ്മൾ താപം കൊടുക്കുമ്പം എന്താണ് സംഭവിക്കുക? ഓക്കെ, ഒരു അധ്യാപിക ക്ലാസ്സിൽ റാൻഡം ആയിട്ടൊരു ചോദ്യം ചോദിച്ചു, ഒരു വസ്തുവിന് നമ്മൾ താപം കൊടുക്കുമ്പം എന്താണ് സംഭവിക്കുക? അപ്പം എന്ത് ചെയ്തു, ആ ക്ലാസ്സിൽ പിന്നീട് ഉണ്ടായ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. എന്താണ്, കുട്ടികൾ എല്ലാവരും കൂടി ചർച്ച ചെയ്യുന്നു. അപ്പം അധ്യാപിക തന്നെ പറഞ്ഞു, അവിടെ ആ മൂലയിൽ ആ കോർണറിൽ എന്തുണ്ട്, നമ്മളുടെ സയൻസ് ലാബ് ഉണ്ട്, അവിടെ വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്, പക്ഷെ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് പോയിട്ട് തന്നെ കണ്ടെത്താം എന്ന് പറഞ്ഞു. അപ്പം എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും കുട്ടികൾ സയൻസ് ലാബിൽ പോയി നോക്കുന്നു. കുട്ടികൾ അവിടെ പ്ലാസ്റ്റിക് കുപ്പി കാര്യങ്ങൾ എന്തെല്ലോ സാധനങ്ങളുണ്ട്, അതൊക്കെ എടുക്കുന്നു, പിന്നെ കത്തിച്ച് നോക്കുന്നു. താപം കടത്തിവിടുക മീൻസ് ചൂടാക്കുകയാണല്ലോ. കത്തിച്ച് നോക്കുന്നു, കുട്ടികൾ ഇവിടെ വരുന്നു, കുറച്ച് ടീമാകും അല്ലേ, ഒരു സ്വന്തമായിട്ടൊരു ഗ്രൂപ്പാകും, ചിലപ്പോൾ 5 ആളോ 3 ആളോ ഒക്കെ ആയിരിക്കും. അങ്ങനെ അവർ ചർച്ച ചെയ്യുന്നു. അതാണ് ഏത്, സഹവർത്തിത പഠനം. ഇവിടെ ടീച്ചർ ഒരു മാർഗനിർദ്ദേശമോ അല്ലെങ്കിൽ റൂട്ട് എങ്ങനെയാണെന്നൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. പക്ഷേ കുട്ടികൾ എന്ത് ചെയ്യാണ്, സ്വമേധയാ ചർച്ച ചെയ്ത് അതിന് കുറേ പരിഹാരങ്ങൾ കണ്ടെത്തും. എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് കണ്ടെത്തി കൊണ്ടുവരും. ഓക്കെ, അപ്പം ഇനി ഇത് രണ്ടും മാറിപ്പോവരുത്. സഹകരണ പഠനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് ആക്ടിവിറ്റി തന്നെയാണ്, പക്ഷേ വ്യക്തമായിട്ടുള്ള മാർഗനിർദ്ദേശവും മാനദണ്ഡങ്ങളും ടീച്ചർ കൊടുക്കും. സഹവർത്തിത പഠനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു മാർഗനിർദ്ദേശം ഉണ്ടാവില്ല. ടീച്ചർ ഒരു ഉദാഹരണമോ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ഒക്കെ അങ്ങ് പറയും. അതിന് കുട്ടികൾ തന്നെ സ്വമേധയാ ഇറങ്ങി ചെന്നിട്ട് അവരെന്നെ ഗ്രൂപ്പാണ് കേട്ടോ, അത് മറന്നു പോകരുത്. സഹവർത്തിത ആയാലും സഹകരണ ആയാലും ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ്. അവർ തന്നെ ഇറങ്ങിപ്പോയിട്ട് അതിന് കണ്ടെത്താം. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. LAD എന്ന ആശയം മുന്നോട്ട് വെച്ചത് അല്ലേ, നമ്മൾ ലാഡ് എന്ന് പറയും, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? ഇതേ ചോദ്യം തന്നെ കഴിഞ്ഞ ഈ 2023 ഒക്ടോബറിൽ കാറ്റഗറി 1 വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ പിന്നെ ഒരു കാര്യം കൂടി കൊടുത്തിട്ടുണ്ട്, ഏത്, വ്യാകരണ സിദ്ധാന്തം അല്ലേ കൊണ്ടുവന്നിട്ട്, അതായത് ലാഡും സർവഭാഷാ വ്യാകരണ സിദ്ധാന്തം കൊണ്ടുവന്നിട്ടുള്ളതും ആരാണെന്നാണ് ചോദ്യം വന്നത്. സോ നമുക്കറിയാം ഡയറക്റ്റ് ആണ്, നോം ചോംസ്കി കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പോൾ ലാഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് അല്ലേ. നമ്മളുടെ തലച്ചോറിൽ ജന്മസിദ്ധമായിട്ടൊരു ഭാഗമുണ്ട്. ആ ഭാഗം എന്തിനാണ്, ലാംഗ്വേജ് അക്വയർ ചെയ്യാനാണ്. നമുക്ക് ഭാഷ സ്വാംശീകരിച്ചെടുക്കാനുള്ള കഴിവുള്ളൊരു ഡിവൈസ് നമ്മളുടെ മസ്തിഷ്കത്തിലുണ്ട്. അതിന് പേരിട്ടതാണ് നമ്മളുടെ നോം ചോംസ്കി. ഓക്കെ, അടുത്തത്, നാഡീപരമായ ന്യൂനത മൂലം പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിനിയായ രേഷ്മ എഴുത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നു.
സോ രേഷ്മയുടെ പഠന വൈകല്യം പ്രശ്നം എന്താണെന്നാണ്? ഓപ്ഷൻ എ ഡിസ്പ്രാക്സിയ, ഓപ്ഷൻ ബി ഡിസ്ലെക്സിയ, ഓപ്ഷൻ സി ഡിസ്ഗ്രാഫിയ, ഓപ്ഷൻ ഡി ഡിസ്കാൽക്കുലിയ. ഓക്കെ, നമുക്കറിയാം ഡിസ്ഗ്രാഫിയ. അപ്പം എഴുത്തുമായിട്ടല്ലേ, അപ്പം ഞാൻ സാധാരണ പറയാറ് ഗ്രാഫ് നമ്മൾ ഇങ്ങനെ വരക്കാറല്ലേ ചെയ്യുക. അപ്പം എഴുത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഡിസ്ഗ്രാഫിയ. പിന്നെ നമുക്കറിയാം ഡിസ്കാൽക്കുലിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അല്ലേ. മാത്സിലൊക്കെ ആണെങ്കിൽ ഗണിത പ്രശ്നങ്ങൾ ചെയ്യാൻ കഴിയാത്തൊരു പഠന വൈകല്യമാണ് ഡിസ്കാൽക്കുലിയ. ഗ്രാഫിയൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഡിസ്ലെക്സിയ. ഏതാ? വായന ബുദ്ധിമുട്ട്, വായന വൈകല്യം. ഇതിലേതെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക, എന്നാൽ പിന്നെ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. പിന്നെ ഡിസ്പ്രാക്സിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? കോർഡിനേഷന് കഴിവില്ലായ്മ, നമ്മുടെ കൈക്കാലുകളുടെ കോർഡിനേഷനിലൊക്കെ, അതായത് മസിൽ കോർഡിനേഷനിൽ വരുന്നൊരു വൈകല്യമാണ് ഡിസ്പ്രാക്സിയ. ഓക്കെ, ദെൻ അടുത്തത് താഴെ പറയുന്നവയിൽ പ്രതിപാദനരായ വിദ്യാർത്ഥികൾക്ക് അനുയോജ്യമല്ലാത്ത വിദ്യാഭ്യാസ രീതി ഏത്? ഓക്കെ, പ്രതിപാദനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിഫ്റ്റഡ് അല്ലെ, ഗിഫ്റ്റഡ് ചൈൽഡ് അല്ലെങ്കിൽ സാധാരണ കുട്ടികളെക്കാളും ഒരു പടി മുകളിൽ നിൽക്കുന്ന കുട്ടികൾ, ക്ലാസ്സിലൊക്കെ ഭയങ്കര ആക്റ്റീവായിരിക്കും, പെട്ടെന്ന് ഉത്തരം പറയും, അത്തരത്തിലുള്ള കുട്ടികൾ. സോ ഓപ്ഷൻ എ ത്വരിതഗമനം, ഓപ്ഷൻ ബി കഴിവധിഷ്ഠിത തരംതിരിക്കൽ, ഓപ്ഷൻ സി പരിപോഷണ ഉപാധികൾ, ഓപ്ഷൻ ഡി സഹപഠനം. ഓക്കെ, അപ്പം നമ്മളോട് അനുയോജ്യമല്ലാത്തതാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ ഏതാ വരിക? സഹപഠനം അല്ലേ. മറ്റു കുട്ടികളുടെ ഇടയിൽ ഈ ഗിഫ്റ്റഡ് ചൈൽഡിനെ ഇട്ടാൽ എന്താ ഉണ്ടാവുക? ഈ കുട്ടി ആൻസർ ചെയ്തും ബാക്കി കുട്ടികൾ അത് നോക്കി എഴുതും, അതാണ്ടാവുക അല്ലേ. അപ്പം ഈ കുട്ടികൾക്ക് സഹപഠനം അത്ര പോകില്ല. നേരെ മറിച്ച് എന്ത് ചെയ്യാം? ഗിഫ്റ്റഡ് ചിൽഡ്രനെ മാത്രം എടുത്തിട്ട് അവർക്കായിട്ടൊരു പരിപോഷണ പരിപാടികൾ കൊടുക്കാം. അതാണ് ഏത്? പരിപോഷണ ഉപാധികൾ എന്ന് പറഞ്ഞു. അപ്പം ഇത് നമുക്ക് ഗിഫ്റ്റഡ് ചൈൽഡിന് കൊടുക്കാം. ഈ കുട്ടിക്ക് കഴിവധിഷ്ഠിത തരംതിരിക്കൽ, ഇപ്പം കഴിവധിഷ്ഠിത പ്രവർത്തനങ്ങൾ കൊടുക്കുക. അപ്പം മാത്സിൽ സാധാരണ കുട്ടികളെക്കാളും കുറച്ച് ഹൈ ആണ് ഈ കുട്ടി എന്നുണ്ടെങ്കിൽ ആ ഹയർ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഈ കുട്ടിക്ക് കൊടുക്കുക. ഓക്കെ, ദെൻ ത്വരിതഗമനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മുന്നോട്ട് പോവുക. അതായത് ഇപ്പോൾ ഒരു ക്ലാസ് ഇങ്ങനെ എടുത്തിട്ട് ബാക്കി കുട്ടികൾക്കൊക്കെ അത് കിട്ടാൻ കുറച്ച് സമയമാകും, പക്ഷേ ഈ കുട്ടിക്ക് അത് കിട്ടിയിട്ടുണ്ടാവും. അപ്പം എന്ത് ചെയ്യാം? കുറച്ച് ഫാസ്റ്റായിട്ട് ഈ കുട്ടിക്ക് ക്ലാസ് എടുക്കുമ്പോൾ കുറച്ച് ഫാസ്റ്റായിട്ട് നീങ്ങാം. ഓക്കെ, അപ്പോൾ ഇത് മൂന്ന് എന്താണ്? അനുയോജ്യമാണ്. സഹപഠനാണ് ഒരു ഗിഫ്റ്റഡ് ചൈൽഡിന് അനുയോജ്യമല്ലാത്തത്. ഓക്കെ, 11 നാഡീസംബന്ധമായ വികാസ ന്യൂനതകൾ തിരിച്ചറിയുന്നതിന് ഉപയോഗപ്പെടുത്തുന്ന മൂല്യനിർണയ ഉപാധി ഏതാണ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് നാഡീസംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. സോ ആൻസർ വരിക DSM. ഓക്കെ, സോ ബാക്കിയുള്ളത് അതായത് DST എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെവലപ്മെന്റൽ സ്ക്രീനിങ് ടെസ്റ്റ് ആണ്. അതെന്താണ്? ഒരു മെന്റൽ ടെസ്റ്റ് ആണ്. ദെൻ MMPI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിന്നസോട്ട മൾട്ടിഫേസിക് പേഴ്സണാലിറ്റി ഇൻവെൻട്രി, അതൊരു പേഴ്സണാലിറ്റി ചെക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. ദെൻ സൈക്കോമെട്രിക് ടെസ്റ്റ് ഓഫ് അഡൾട്ട് പേഴ്സണാലിറ്റി ആൻഡ് സൈക്കോപത്തോളജി. ഓക്കെ, അതാണ് ഏത് വരിക? നമ്മളുടെ DSTയിൽ വരാം. ഓക്കെ, അപ്പം ഇത് മൂന്നും എന്താണ്? നമ്മളുടെ നാഡീ സംബന്ധമായിട്ടുള്ള വികാസ ന്യൂനതയ്ക്കും വേണ്ടിയിട്ട് ഉള്ള ഉപാധികളല്ല. ഓക്കെ, ഇത് മാത്രമേ DSM മാത്രമാണ് നാഡീ സംബന്ധമായിട്ടുള്ള ന്യൂനതയ്ക്കും വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ്. ഓക്കെ, ഞാൻ അടുത്ത ചോദ്യം, ഒരു വിദ്യാർത്ഥി തൻ്റെ പരാജയങ്ങളെ അംഗീകരിക്കപ്പെടാനാവാത്ത എന്നാണ് കേട്ടോ. കാരണങ്ങൾ കൊണ്ട് ന്യായീകരിക്കുന്ന തരം സമായോജന തന്ത്രം ഏത് എന്നാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ, നമ്മളുടെ സമായോജന ക്രിയാതന്ത്രങ്ങളിൽ വരുന്നതാണ്. സോ കറക്റ്റ് ആൻസർ വരെ യുക്തീകരണമാണ്. ഇനി ബാക്കി ഏതാണ്? പ്രക്ഷേപണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്തം ബലഹീനത മറ്റുള്ളവരുടെ മേൽ പഴിചാരുക അല്ലേ. എക്സാമിൽ മാർക്ക് പറഞ്ഞാൽ ആൻസർ ഷീറ്റ് നോക്കിയ ആളെ കുറ്റം പറയാം. ഓക്കെ, അതാണ് പ്രക്ഷേപണം. ദെൻ അനുപൂരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രംഗത്തുള്ള പോരായ്മ മറ്റൊരു രംഗത്തിൽ മികവുറ്റതാക്കുക. അതായത് പഠനത്തിൽ ബാക്കിലുള്ള കുട്ടി ചിലപ്പോൾ സ്പോർട്സിൽ നന്നായിട്ട് മുന്നിലായിരിക്കും. ഓക്കെ, ദെൻ അടുത്തത് താദാത്മീകരണം. അതായത് വ്യക്തി മറ്റു സ്ഥാപനമായോ വ്യക്തികളുമായോ താദാത്മ്യം സ്ഥാപിച്ച് അവയുടെ വിജയത്തിൽ സ്വയം സംതൃപ്തി നേടുക. അതായത് നമ്മൾ സാധാരണ പറയാറ് എന്താണ്? കായികം, അതായത് സ്പോർട്സ് ഇഷ്ടമില്ലാത്തൊരു കുട്ടി PT മാഷുമായിട്ട് നല്ല ബന്ധത്തിൽ ഏർപ്പെടുക, എന്നിട്ട് ആ വിഷയത്തെ ഇഷ്ടപ്പെടാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അത്തരത്തിലുള്ളതൊക്കെയാണ് താദാത്മീകരണത്തിൽ വരിക. ദെൻ യുക്തീകരണം പറഞ്ഞു, കുറ്റബോധത്തെ ലഘൂകരിക്കാൻ ന്യായീകരിക്കുക അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറുക. ഓക്കെ,
ദെൻ അടുത്തത്, അപ്പോൾ ഈ സമായോജന ക്രിയാതന്ത്രങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ പഠന വൈകല്യങ്ങളും അല്ലേ, ഇത് രണ്ടൊന്നും ചോദ്യം വരാത്ത ഒറ്റ പേപ്പറും നമ്മൾ കാണാറില്ല. ദെൻ അടുത്തത്, സമപ്രായക്കാരെ പോലെ പഠനം നടത്താൻ കഴിയാത്തതും പൊതുവെ താഴ്ന്ന പഠന നിരക്ക് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയ്ക്ക് പറയുന്നത് എന്ത്? സോ എ പഠന പിന്നോക്കാവസ്ഥ, ബി മാനസിക വെല്ലുവിളി നേരിടുന്നവർ, ഓപ്ഷൻ സി സാമൂഹികമായി മാറ്റി നിർത്തപ്പെടുന്നവർ, ഓപ്ഷൻ ഡി അണ്ടർ അച്ചീവർ അല്ലേ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പെട്ടെന്ന് വായിച്ചിട്ട് എന്ത് ചെയ്യും? അണ്ടർ അച്ചീവർ പോയിട്ട് ബബിൾ ചെയ്യും അല്ലേ. പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുണ്ട് സമപ്രായക്കാരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ സമപ്രായക്കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ പ്രായത്തിലുള്ളവർ അല്ലേ, ഒരു ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും ഒരേ പ്രായത്തിലായിരിക്കും. സോ അവരുടെ അടുത്ത് പഠനം എത്താൻ കഴിയുന്നില്ലെങ്കിൽ അത്തരം കാറ്റഗറിയാണ് പഠന പിന്നോക്കാവസ്ഥ. ഓക്കെ, നമ്മളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കുറച്ച് ടേമുകൾ ഉണ്ടല്ലോ നമ്മളുടെ എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ, അതിൽ വരുന്നതാണ് പഠന പിന്നോക്കാവസ്ഥ. അപ്പോൾ പിന്നെ എന്താണ് ഈ അണ്ടർ അച്ചീവർ അല്ലേ? അണ്ടർ അച്ചീവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മളുടെ ഒരു കാര്യം പ്രതീക്ഷിച്ചു, പക്ഷെ ആ പ്രതീക്ഷക്കൊത്ത് നമുക്ക് ഉയരാൻ കഴിയുന്നില്ല. അതൊരു ഏജ് മാറ്റർ അല്ല. ഇപ്പം നമുക്കറിയാം എല്ലാവരും കേട്ടറ്റ് കിട്ടണം അല്ലേ, നമുക്കൊക്കെ കേട്ടിട്ട് കിട്ടണം എന്നുള്ള അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മളുടെ പ്രതീക്ഷക്കനുസരിച്ച് നമുക്ക് ഉയരാൻ കഴിയുന്നില്ല. അപ്പം അതിന് ഏജ് എന്നുള്ളൊരു കാറ്റഗറി വരുന്നില്ല. ഓക്കെ, അണ്ടർ അച്ചീവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചീവ് ചെയ്യാൻ വിചാരിച്ച കാര്യം നേടാത്തവർ, അതാണ് അണ്ടർ അച്ചീവറിൽ വരിക. ഓക്കെ, നേരെ മറിച്ച് സമപ്രായക്കാരായിട്ടുള്ളവരുടെ ആ ഒരു പഠന നിലവാരത്തിൽ എത്താൻ കഴിയാത്തവർക്കാണ് പഠന പിന്നോക്കാവസ്ഥ എന്ന് പറയാം. അപ്പോൾ അവിടെ ആ സമപ്രായക്കാർ എന്നുള്ള ആ ഒരു ടേം ഓർമ്മിച്ച് വെക്കാം. ഓക്കെ, അതിൽ ബാക്കിൽ നിൽക്കുന്നവരാണ് പഠന പിന്നോക്കാവസ്ഥ നേരിടുന്ന കുട്ടികൾ. ഓക്കെ, അടുത്ത ചോദ്യം, ഭാഷാ വികാസ ഘട്ടത്തിന്റെ ശരിയായ ഘട്ടങ്ങൾ തിരിച്ചറിയുക. ഓപ്ഷൻ എ പ്രാഗ് ഭാഷാഘട്ടം, കൊഞ്ചൽ, ഹോളോഫ്രേസിക്, ടെലിഗ്രാഫിക്. അപ്പോൾ അതായത് കറക്റ്റ് ഓർഡർ ഏതാണ് എന്നാണ് ചോദ്യം കേട്ടോ. അപ്പം കറക്റ്റ് വരുന്നത് ഏതാണ്? പ്രാഗ് ഭാഷാഘട്ടം, കൊഞ്ചൽ, ഹോളോഫ്രേസിക്, ടെലിഗ്രാഫിക്. പ്രാഗ് ഭാഷാഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു കറക്റ്റ് ഒരു ഭാഷയോ കാര്യങ്ങളോ ഒന്നും കുട്ടിക്ക് ഉണ്ടാവില്ല അല്ലേ, ഇടയ്ക്ക് ഓരോ സൗണ്ട് ഉണ്ടാക്കും. ചെറിയ മക്കളുടെ ആ സ്റ്റേജ് ഇങ്ങനെ ആലോചിച്ചാൽ മതി, എന്തെങ്കിലും ഒരു സൗണ്ട് ഉണ്ടാക്കും, അധികവും കരച്ചിലായിരിക്കും അതിൽ ഉണ്ടാവുക. അതാണ് പ്രാഗ് ഭാഷാഘട്ടം, ഭാഷാഘട്ടം ഉണ്ടാവുന്നതിൻ്റെ മുന്നത്തെ ഘട്ടം എന്നുള്ള അർത്ഥം. ദെൻ കൊഞ്ചൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കളകളാ സൗണ്ട് ഉണ്ടാക്കുക, കുട്ടീൻ്റെതായിട്ടുള്ള ഓരോന്ന് സംസാരിക്കുക, അങ്ങനത്തെ സംഭവങ്ങളുണ്ടല്ലോ, ബാബ്ലിംഗ് എന്ന് പറയും. കുട്ടികൾ ഓരോരോ കറക്റ്റ് നമ്മളുടെ ലാംഗ്വേജ് അല്ല പറയുക അല്ലേ, മലയാളം ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്ന ആ ഒരു ഏജ് വരുന്നത് ഹോളോഫ്രേസിക് ആണ്. സിംഗിൾ വേർഡുകൾ, അമ്മ, അച്ഛൻ, ഉപ്പ, ഉമ്മ, ഇത്, അത് അല്ലേ, മുടി, അങ്ങനത്തെ ഒക്കെ സിംഗിൾ വേർഡുകൾ പറയുന്നത് ഹോളോഫ്രേസിക്കിലാണ് വരിക. അതിന് മുന്നത്തെ സ്റ്റേജ് ഉണ്ടല്ലോ, കുട്ടികൾ ഇങ്ങനെ വെറുതെ നമ്മൾ കിടത്തിയിടുമ്പോഴൊക്കെ ഇങ്ങനെ ഓരോരോ സൗണ്ട് ഉണ്ടാക്കുക, അവരുടെ ഭാഷകൾ ഓരോന്ന് സംസാരിക്കുക, അതൊക്കെയാണ് നമ്മളുടെ ഈ കൊഞ്ചലിൽ വരിക. ദെൻ ലാസ്റ്റ് സ്റ്റേജ് ടെലിഗ്രാഫിക്, നന്നായിട്ട് സംസാരിക്കുന്ന, നമ്മളൊക്കെ ഇപ്പോൾ ഉള്ളതുപോലെ അല്ലെങ്കിൽ ഒരു 7 വയസ്സ് 8 വയസ്സ് മുതലുള്ള കുട്ടികൾ. ഓക്കെ, അതാണ് ടെലിഗ്രാഫിക്ക് വരിക. അപ്പോൾ ഈ കറക്റ്റ് ഓർഡർ ഒന്ന് നോക്കി വെക്കുക. ഇത് ഫസ്റ്റ് ടൈമാണ് ചോദിക്കുന്നത് കേട്ടോ, അപ്പോൾ ഈ ഭാഗം ഒന്ന് നോക്കി വെക്കുക. ദെൻ അടുത്ത ചോദ്യം, കോൾബർഗിന്റെ നൈതിക വികാസ സിദ്ധാന്തം അനുസരിച്ച് നിയമം ലംഘിച്ചാൽ ഉണ്ടാകുന്ന പരിണിത ഫലങ്ങളെ ഭയന്ന് ഒരു കുട്ടി നിയമം അനുസരിക്കുന്നുണ്ടെങ്കിൽ അവൻ ഉൾപ്പെടുന്നത് ഏത് ഘട്ടത്തിലാണെന്നാണ്. സോ ഓപ്ഷൻ എ പൂർവ്വ സദാചാര ഘട്ടം, ഓപ്ഷൻ ബി പൂർവ്വ യാഥാസ്ഥിക സദാചാര ഘട്ടം, ഓപ്ഷൻ സി യാഥാസ്ഥിക സദാചാര ഘട്ടം, ഓപ്ഷൻ ഡി യാഥാസ്ഥികാനന്തര സദാചാര ഘട്ടം. അപ്പം നമുക്കറിയാം പൂർവ്വ സദാചാര ഘട്ടം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഘട്ടമില്ല. നമ്മൾ യാഥാസ്ഥിക ഘട്ടമുണ്ട്, പൂർവ്വ യാഥാസ്ഥിക ഘട്ടമുണ്ട്, യാഥാസ്ഥികാനന്തര സദാചാര ഘട്ടമുണ്ട്. അപ്പോൾ നമ്മൾ ഈ പൂർവ്വ യാഥാസ്ഥിക ഘട്ടമാണ് ആൻസർ എന്നറിയാം. അപ്പോൾ പെട്ടെന്ന് പൂർവ്വ സദാചാര ഘട്ടം കണ്ടിട്ട് അത് പോയിട്ട് എന്ത് ചെയ്യും, ബബിൾ ചെയ്യും, ഉത്തരം തെറ്റിക്കും. അപ്പോൾ 4 ഓപ്ഷനും വായിച്ചിട്ട് തന്നെ ബബിൾ ചെയ്യുക. സോ പൂർവ്വ യാഥാസ്ഥിക സദാചാരാനന്തര സദാചാര ഘട്ടമാണ് നമ്മളുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് നോക്കാം, ഏതാണ് കോൾബർഗിന്റെ നൈതിക ഘട്ടങ്ങൾ അല്ലേ. അപ്പോൾ ആദ്യം പറഞ്ഞു എന്താണ്, പൂർവ്വ യാഥാസ്ഥിക സദാചാര ഘട്ടം അല്ലേ. അപ്പം അതിനെ നമ്മൾ 2ആക്കി തിരിച്ചു, ശിക്ഷയും അനുസരണയും വരും. അപ്പം ശിക്ഷ അനുസരണ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതിന്നാണ് നമുക്ക് ചോദ്യം വന്നത് അല്ലേ. കുട്ടി ശിക്ഷ ഭയന്നുകൊണ്ട് അനുസരിക്കുക, കുട്ടി അപ്പുറത്തെ വീട്ടിലെ കുട്ടിയുടെ കളിപ്പാട്ടങ്ങൾ എടുത്തു കൊണ്ടുവരും, അച്ഛനും അമ്മയും വഴക്ക് പറയും,
പിറ്റേന്ന് എന്ത് ചെയ്യും, ആ വഴക്കിനെ ഭയന്നിട്ട് കുട്ടി എന്ത് ചെയ്യും, കളിപ്പാട്ടം എടുക്കൂല. അല്ലാണ്ട് ആ കളിപ്പാട്ടം എടുക്കാൻ പറ്റൂല എന്നുള്ള ആ ഒരു ബോധമൊന്നും കുട്ടിക്ക് ഇല്ല. അത്ര ഏജ് ആയിട്ടില്ല അല്ലേ. കുട്ടി അച്ഛൻ്റെ അമ്മയുടെ ശകാരം ഭയന്നിട്ട് എന്ത് ചെയ്യും, കളിപ്പാട്ടങ്ങൾ എടുക്കൂല. അതാണ് ശിക്ഷയും അനുസരണയും. ശിക്ഷ കൊടുക്കുമ്പോൾ കുട്ടി അനുസരിക്കും, പക്ഷെ അത് തെറ്റി ശരി എന്നുള്ള ആ ഒരു കാര്യബോധത്തിലൊന്നും കുട്ടി എടുക്കൂല. ദെൻ ആ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ രണ്ടാമത്തതാണ് പ്രായോഗികമായ ആപേക്ഷികത്വം അല്ലേ. അതിൽ വരുന്നതാണ് താൽക്കാലിക താല്പര്യങ്ങൾക്കായി നിയമങ്ങൾ അനുസരിക്കുകയും ലംഘിക്കുകയും ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ കുട്ടിയോട് പറയാണ്, എന്താ കടയിലോട്ട് ഇപ്പോൾ അരി വാങ്ങാൻ പോകുമ്പോൾ 5 രൂപ ബാക്കിയുണ്ടെങ്കിൽ അതിനൊരു മിഠായി വാങ്ങിച്ചേക്ക് എന്ന് പറയണം. അപ്പം എന്താണ്, മിഠായി വാങ്ങാനും വേണ്ടിയിട്ട് കുട്ടി കടയിലോട്ട് പോകും അല്ലേ. അതാണ് താൽക്കാലിക താല്പര്യങ്ങൾക്കായി അച്ഛനും അമ്മയും പറയുന്നത്, നിയമങ്ങളൊക്കെ അനുസരിക്കും. ആ ഒരു ഘട്ടമാണ് ഏത്, പ്രായോഗിക ആപേക്ഷികത്വം എന്ന് പറയുന്ന ഘട്ടം. അപ്പം ഈ രണ്ട് ഘട്ടവും, ഏത് ശിക്ഷയും അനുസരണയും പ്രായോഗിക ആപേക്ഷികത്വ ഘട്ടവും രണ്ടും വരുന്നത് ഏതിലാണ്, പൂർവ്വ സദാചാര ഘട്ടത്തിലാണ് കേട്ടോ. അടുത്തത് യാഥാസ്ഥിക സദാചാര ഘട്ടം. സോ അതിൽ ആദ്യത്തേതാണ് അന്തർവൈയക്തിക സമന്വയം. അതായത് മറ്റുള്ളവരുടെ പ്രതീക്ഷകൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ച് ജീവിക്കുക, മറ്റുള്ളവരുടെ ആശയങ്ങൾ സ്വാധീനിക്കുക, സംഘ മാനദണ്ഡങ്ങളോട് താരതമ്യപ്പെടുത്തുക. അതായത് നമ്മളുടെ ഒരു എന്താണ് നല്ല കുട്ടി എന്ന് കേൾക്കാനും വേണ്ടിയിട്ട് കുട്ടി നന്നായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു ഏജ് അല്ലേ, അതാണ് ബാക്കിയുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നല്ല കുട്ടിയാണെന്ന് കേൾക്കുമ്പോൾ കുട്ടിക്ക് ഭയങ്കരമായിട്ടൊരു സംതൃപ്തി കിട്ടുന്ന ആ ഒരു സ്റ്റേജാണ്. ദെൻ സാമൂഹിക പാലനം. സാമൂഹിക പാലനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹത്തിൻ്റെ ആ ഒരു ബന്ധമൊക്കെ കുട്ടി മനസ്സിലാക്കി തുടങ്ങുക അല്ലേ. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിച്ചാലേ ശരിയാവൂല, ബാക്കിയുള്ളവരുടെ സഹായമൊക്കെ കിട്ടി ജീവിച്ചാലേ ജീവിതം മുന്നോട്ട് പോവുള്ളൂ എന്നുള്ള അങ്ങനെ ചെറിയ ചെറിയ ചിന്തകളൊക്കെ തുടങ്ങുന്ന ആ ഒരു ഏജ്. ദെൻ അടുത്തത് യാഥാസ്ഥികാനന്തര സദാചാര ഘട്ടം അല്ലെ. അതിൽ വരുന്നതാണ് സാമൂഹിക വ്യവസ്ഥ നിയമപരം. അതായത് സമൂഹത്തിന്റെ നിയമങ്ങൾ മനുഷ്യ നന്മക്കാണെന്ന് വിശ്വസിക്കുന്നു. വ്യക്തിയുടെ അവകാശങ്ങളുമായി സാമൂഹിക നന്മയുമായി നിലവിലുള്ള നിയമങ്ങൾ താരതമ്യപ്പെടുത്തുകയും ആവശ്യമെങ്കിൽ പരിഷ്കരണത്തിന് തയ്യാറാവുകയും ചെയ്യും. ഓക്കെ, നിയമങ്ങളെയൊക്കെ കുറിച്ചിട്ടൊരു ധാരണ ഉണ്ടാകും. ഇന്നതൊക്കെ നല്ലതിനു വേണ്ടിയിട്ടാണ്, ഇന്നതൊക്കെ ചീത്തതിനു വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ബോധമൊക്കെ കുട്ടിക്ക് കിട്ടും. എന്നാൽ ലാസ്റ്റത്തത് സർവ്വലൗകിക നൈതിക തത്വം. അതായത് നമ്മളൊക്കെ ഇപ്പോഴുള്ള ആ ഒരു സ്റ്റേജ് എന്താണ്, നന്നായിട്ട് നിയമങ്ങളൊക്കെ നന്നായിട്ട് അറിയാം, അതിനെ വിലയിരുത്തിയിട്ട് എന്ത് ചെയ്യാം. ഇപ്പം നമ്മളുടെ ഇന്ത്യ രാജ്യം അല്ലേ, ഇന്ത്യയിൽ കുറേ നിയമങ്ങളുണ്ട്. എല്ലാ നിയമങ്ങളും നമുക്ക് എന്താണ് അനുകൂലം അല്ലെങ്കിൽ നമ്മളുടെ മനസാക്ഷിക്ക് ഒത്തതല്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പറയൂലേ, ഓ ഈ നിയമം വന്നത് അത്ര നല്ലതല്ല, ഇത് ജനാധിപത്യത്തിന് എതിരായിട്ടുള്ള നിയമമാണ്. അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ സ്വബോധം വെച്ചിട്ട് എന്ത് ചെയ്യുക, നിയമങ്ങളൊക്കെ മനസ്സിലാക്കുക, വേണ്ടാത്തത് ഇങ്ങനെ എന്താണ് തെറ്റാണെന്ന് എടുത്തു പറയുക, കാര്യങ്ങളൊക്കെയാണ് സാർവലൗകിക നൈതിക ഘട്ടത്തിൽ വരുന്നത്. അപ്പോൾ ഇതിലെന്താണ്, നമ്മൾ ചോദ്യം ചെയ്യാനുള്ള കഴിവൊക്കെ കിട്ടും അല്ലേ. നിയമം തെറ്റായിട്ട് വരുമ്പോൾ അധികാരികളോട് ചോദ്യം ചെയ്യുക, അത്തരത്തിലുള്ള വികാസം, അതായത് വികാസത്തിൻ്റെ ഏറ്റവും അറ്റ്മോസ്റ്റ് ലെവല്, അതാണ് സർവലൗകിക നൈതിക തത്വത്തിൽ വരുന്നത്. ഓക്കെ, സോ നമ്മളുടെ എഡ്ഫിൽ അല്ലേ, നിങ്ങൾക്കറിയാം എഡ്ഫിൽ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേട്ടറ്റിൻ്റെ കാര്യത്തിൽ 1 ആയാലും 2 ആയാലും 3 ആയാലും 4 ആയാലും 4 കാറ്റഗറിയിലും നമ്മളുടെ എഡ്ഫിൽ ലേണിംഗ് ആണ് ഏത് കേരളത്തിൽ നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത്. കഴിഞ്ഞ എക്സാമുകളിൽ നമുക്ക് എത്രയോ അച്ചീവേഴ്സ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ സ്പീച്ചസ്, നമ്മളുടെ എല്ലാ ക്ലാസ്സുകളും സിലബസ് വൈസ് ആയിട്ട് തന്നെ നമ്മളുടെ റെക്കോർഡഡ് ക്ലാസ്സുകൾ ആപ്പിൽ അവൈലബിൾ ആണ്, ആൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ പോപ്പപ്പ് ക്വസ്റ്റ്യൻസ്, പ്രാക്ടീസ്, മോക്ക് ടെസ്റ്റ് കാര്യങ്ങൾ നിങ്ങളൊരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ എന്താണ് അപ്പോൾ തന്നെ ഒരു 10 ചോദ്യം അല്ലെങ്കിൽ ഒരു 5 ചോദ്യം ആ വീഡിയോ ബേസ് ചെയ്തിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ക്ലാസ് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ Q&A ലൈവ് സെക്ഷൻസ്, ഞങ്ങൾ റെക്കോർഡഡ് വീഡിയോ ഇട്ടിട്ട് പോവുകയല്ലേ ചെയ്യാം. എന്താണ് നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ലൈവ് സെക്ഷൻസ് വെക്കും. ഡൗട്ട്സ് ക്ലിയർ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകും. എന്നാൽ പ്രിൻറ്റഡ് സ്റ്റഡി മെറ്റീരിയൽസ് നമ്മളുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. നമ്മളറിയാം ഒരു വീഡിയോ ക്ലാസ്, സാധാരണ ഒരു വീഡിയോ ക്ലാസ് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് എഴുതിയെടുത്തിട്ട് അങ്ങനെ നേരം പോകും. ഇനി എഴുതിയെടുത്തിട്ടില്ലെങ്കിൽ അത് പോസ് ചെയ്യും. പിന്നെ നമ്മളുടെ ഈ ഓൺലൈനായിട്ട് പഠിക്കുമ്പോൾ ഒരു വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിൽ മാർക്ക് ചെയ്ത് പോയാൽ മതി. പിന്നെ എക്സ്ട്രാ ക്ലാസ്സിൽ പറയുന്നുണ്ടെങ്കിൽ സൈഡിൽ എഴുതി വെക്കാം, അത്ര പണിയേ ഉണ്ടാവുള്ളൂ. സോ ടൈം എത്രയോ ലാഭിക്കാം. പിന്നെ വരുന്നതാണ് നമ്മൾ PYQ, ഇപ്പോൾ ചെയ്യുന്നത് പോലെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ഡിസ്കസ് ചെയ്യും, ഡീറ്റെയിൽ ആയിട്ട് തന്നെ.
ദെൻ സ്റ്റഡി ട്രാക്കർ ഉണ്ടാകും. നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു ടൈം ടേബിൾ തന്നിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ ടിക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എക്സാം ഓറിയൻറ്റേറ്റഡ് ടിപ്സും മോട്ടിവേറ്റഡ് ക്ലാസ്സുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, എക്സാം ആകുമ്പോഴും അതിന് മുന്നേ ഒക്കെ ആയിട്ട് തന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആപ്പ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഇതാണ് നമ്മളുടെ എഡ്ഫിൽ ആപ്പ്. അതുപോലെ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും രണ്ടിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ. കോൺടാക്റ്റിംഗ് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മളുടെ ആപ്പിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ കോൺടാക്റ്റിംഗ് നമ്പർ കൊടുക്കുന്നതാണ്. ഓക്കെ, സോ അടുത്ത ചോദ്യം 16. നിലവിലുള്ള ഒരു പ്രശ്നത്തിന് അടിയന്തര ശാസ്ത്രീയ പരിഹാരം കണ്ടെത്തുന്നതിന് ഒരു ടീച്ചർക്ക് പ്രയോഗിക്കാവുന്ന രീതിയാണ് അല്ലേ. നമുക്കറിയാം ടീച്ചർ ഇറങ്ങി ചെന്നിട്ട് ചെയ്യുന്ന ഒരൊറ്റ രീതിയേ ഉള്ളൂ, അതാണ് ഏത്, ആക്ഷൻ റിസർച്ച്. ഓക്കെ, ഒരു ടീച്ചറാണ് അവിടെ ഗവേഷകൻ എന്നുണ്ടെങ്കിൽ അതാണ് ആക്ഷൻ റിസർച്ച്. ബാക്കിയുള്ളതൊന്നും എന്ത് ചെയ്യല്ല, ടീച്ചർ ഇറങ്ങിത്തിരിക്കില്ല അല്ലേ. ക്ലാസ് മുറിയിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന് പരിഹാരം കാണാനും വേണ്ടിയിട്ട് ടീച്ചർ ഇറങ്ങാം. അതാണ് നമ്മളുടെ ആക്ഷൻ റിസർച്ചിൽ വരുന്നത്. അടുത്ത ചോദ്യം, സയൻസ് പഠിപ്പിക്കുന്ന ടീച്ചറോടുള്ള താല്പര്യം മൂലം ആ വിഷയം ഒരു വിദ്യാർത്ഥി ഇഷ്ടപ്പെടുന്നു. ഇവിടെ അടിസ്ഥാനമാകുന്ന പഠന നിയമം ഏത്? അല്ലേ, സയൻസ് പഠിപ്പിക്കുന്ന ടീച്ചറോടാണ് ഇഷ്ടം. ആ ടീച്ചറോട് ഇഷ്ടം കൊണ്ട് സയൻസ് ഇഷ്ടപ്പെടുകയാണ്. ഓക്കെ, സോ കറക്റ്റ് ആൻസർ വരുന്നത് അനുബന്ധന നിയമമാണ് അല്ലെ. അനുബന്ധിച്ചുകൊണ്ട് അല്ലേ, ടീച്ചറെ ഇഷ്ട ആയതുകൊണ്ട് ആ വിഷയം ഇഷ്ടാവുക. ബാക്കി എന്താണ്, ഫലപ്രാപ്തി നിയമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മളുടെ ലോ ഓഫ് എഫക്റ്റ്, അതായത് നമ്മളുടെ തൊണ്ടയ്ക്ക് കൊണ്ടുവന്നിട്ടുള്ള പഠന നിയമങ്ങളിൽ വരുന്നതാണ്. അതായത് SR ബന്ധങ്ങളുടെ ശക്തി വർദ്ധിക്കുകയും കുറയുകയും ചെയ്യുന്നത് അവയുടെ അനന്തര ഫലത്തെ ആശ്രയിച്ചാണ്. നമ്മൾ ഒരു കാര്യം പഠിപ്പിച്ച് നേരെ അങ്ങ് പോയി, പിറ്റേന്ന് വരുന്നു പുതിയ ടോപ്പിക്ക് പഠിക്കുന്നു, നേരെ അങ്ങ് പോകുന്നു. അതുകൊണ്ട് ഒരു കാര്യമില്ല. ഒരു കാര്യം പഠിപ്പിച്ച് ആ കാര്യത്തോട്, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോപ്പപ്പ് ക്വസ്റ്റ്യൻസ് പറഞ്ഞല്ലോ. പോപ്പപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പഠിപ്പിച്ചു, ഇനി അത് എത്രത്തോളം മനസ്സിലാവാനുണ്ട് നോക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ പോപ്പപ്പ് ക്വസ്റ്റ്യൻസ് വെക്കുന്നത് അല്ലേ. അപ്പം അതെന്ത് ചെയ്യും, നമ്മളുടെ SR ബന്ധത്തെ എന്ത് ചെയ്യും, ശക്തിപ്പെടുത്തും. ഓക്കെ, അതാണ് ഫലപ്രാപ്തി. ഫലം എത്രത്തോളം കിട്ടിയിട്ടുണ്ട് നോക്കാനും വേണ്ടിയിട്ട് ചെയ്യുക, അതാണ് ഫലപ്രാപ്തി നിയമം. ഓക്കെ, ദെൻ അടുത്തത് ആവർത്തന നിയമം അല്ലെങ്കിൽ ലോ ഓഫ് എക്സസൈസ്. അതായത് തൊണ്ടയ്ക്ക് പറയുന്നത് ആവർത്തനം പഠനത്തിൻ്റെ മാതാവാണ് എന്നാണ് പറയുന്നത്. അതായത് നമ്മളൊരു കാര്യം ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് പഠിച്ചു പോകും. നമ്മൾ ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയല് ഗുണന പട്ടിക അല്ലേ. ഗുണന പട്ടികയുടെ ആ ടേബിൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളത് പിന്നെ മാത്സിൽ ഉപയോഗിക്കുമ്പോഴും നമ്മളത് ചൊല്ലി നോക്കും അല്ലേ. ഒരു 5 5 2 5 10 അത്തരത്തിൽ നമ്മൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പം പഠനം നടക്കും. അതാണ് ആവർത്തന നിയമം. ദെൻ പ്രത്യക്ഷ നിയമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഗസ്റ്റാൾട്ട് തിയറിയിൽ വരുന്നതാണ്. മുന്നറിവുകളുടെ സഹായത്താൽ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാം. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ മേഖലയിൽ പരിശീലന പരിപാടികൾ വിലയിരുത്താനും നിരീക്ഷിക്കാനും സഹായിക്കുന്ന നിയമം ഏതാണ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ RCI ആക്ട്, PWD ആക്ട്, RT ആക്ട്, ID ആക്ട്. ഇതിൽ കറക്റ്റായിട്ട് വരുന്നത് ഏതാണ്? നമ്മളുടെ RCI ആക്ട് ആണ്. അപ്പോൾ ഇതിൽ PWD ആക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആക്ട് ആണ്. RT എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ അല്ലേ, എഡ്യൂക്കേഷനും വേണ്ടി വിദ്യാഭ്യാസത്തിനും വേണ്ടിയിട്ടുള്ള നിയമം 2009 വന്നിട്ടുള്ളത്. ID ആക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ വിത്ത് ഡിസബിലിറ്റി ആക്ട്, അത് ആ ഒരു അമേരിക്കൻ കോൺസെപ്റ്റിലുള്ളൊരു നിയമമാണ്. ഓക്കെ, ദെൻ അടുത്തത്, പഠനത്തിന്റെ വിവിധ മേഖലകൾ പരസ്പര പൂരകങ്ങളാണ്. ഇത് വികാസ പ്രമാണങ്ങളിൽ ഡാഷിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. പരസ്പരം പൂരകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അപ്പൊ ഇത് വികാസ പ്രമാണങ്ങളിൽ ഡാഷിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു. അനുസ്യൂതമാണോ, വ്യക്തിവ്യത്യാസമാണോ, ചാക്രികാണോ, അന്യോന്യ ബന്ധാണോ? അതാണ് ചോദ്യം. അപ്പം ഞാൻ നേരത്തെ തന്നെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. അനുസ്യൂതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് എന്നുള്ള അർത്ഥം. കണ്ടിന്യൂസ് ആവണമെന്നുണ്ടോ പരസ്പരം പൂരകങ്ങളാണെങ്കിൽ? ആവശ്യമില്ല. വ്യക്തിവ്യത്യാസമല്ല. കറക്റ്റ് ആൻസർ വരെ അന്യോന്യ ബന്ധാണ് അല്ലേ. ഒരു കാര്യത്തിൻ്റെ വികാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരു ഭാഗത്തിൻ്റെ വികാസമായിട്ടൊരു ബന്ധം ഉണ്ടാകണം. എന്നിലേ അതെന്താവുള്ളൂ, പൂരകമായിട്ട് നിലനിന്ന് പോവുള്ളൂ. ഓക്കെ, അത് കറക്റ്റ് ഓർഡറിലായിട്ട് നിലനിന്ന് പോകുള്ളൂ. അപ്പോൾ അതായത് അന്യോന്യ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യണത്, പഠനത്തിൻ്റെ വിവിധ മേഖലകൾ തമ്മിൽ പൂരകമായിട്ട് പോകുന്നത്. ഓക്കെ, ദെൻ അടുത്തത്
ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ വ്യക്തിത്വ മാപനത്തിന് അതായത് പേഴ്സണാലിറ്റി ടെസ്റ്റ് കേട്ടോ ഉപയോഗിക്കുന്ന പ്രക്ഷേപണ രീതി അല്ലാത്തത് ഏത് എന്നാണ് കേട്ടോ ചോദ്യം. സോ ഓപ്ഷൻ എ റോഷായുടെ മഷിയൊപ്പ് പരീക്ഷ, ഓപ്ഷൻ ബി DAD, ഓപ്ഷൻ സി സഹചരത്വ പരീക്ഷ, ഓപ്ഷൻ ഡി ബ്ലോക്ക് ഡിസൈൻ ടെസ്റ്റ്. അപ്പോൾ ഇതിൽ ആൻസർ വരിക ബ്ലോക്ക് ഡിസൈൻ ടെസ്റ്റ് ആണ്. കാരണം ബ്ലോക്ക് ഡിസൈൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ IQ ടെസ്റ്റ് ചെയ്യാനുള്ളൊരു ടെസ്റ്റാണ്. ബാക്കിയുള്ളതൊക്കെ എന്താണ്, നമ്മളുടെ പേഴ്സണാലിറ്റി നോക്കുന്ന ടെസ്റ്റാണ്. അടുത്തത് 21. ഒരു വ്യക്തി തന്നെക്കുറിച്ചുള്ള മനോഭാവങ്ങളെ വിലയിരുത്തുന്നതിലൂടെ രൂപപ്പെടുത്തിയെടുക്കുന്ന സ്വയം മതിപ്പ് അറിയപ്പെടുന്നത് എന്താണ്? നമ്മളെക്കുറിച്ചുള്ള മനോഭാവങ്ങളുടെ വിലയിരുത്തലാണ് കേട്ടോ. മനോഭാവങ്ങളുടെ വിലയിരുത്തലിൽ നമ്മളെക്കുറിച്ച് എടുക്കുന്നതാണ് ആത്മവിശ്വാസം. ഓക്കെ, അപ്പം ആത്മബോധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മളുടെ ശരിയും തെറ്റും നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. ഇപ്പം ഞാൻ എന്താണ് നല്ല ചൂടത്തിയാണ്, അതായത് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, അതിൻ്റെ ഒരു നെഗറ്റീവ് ഫീച്ചറാണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ നല്ല ദാനശീലയാണ്, എല്ലാവർക്കും നന്നായിട്ട് വാരിക്കോരി കൊടുക്കും. അപ്പം എൻ്റെ പോസിറ്റീവും നെഗറ്റീവും അറിയുന്ന ആ ഒരു ബോധമാണ് ആത്മബോധം. ഓക്കെ, ദെൻ ആത്മാദരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളോടുള്ള ആദരവാണ്. ആത്മാഭിമാനം നമുക്ക് നമ്മളെ കുറിച്ചിട്ടുള്ള അഭിമാനമാണ്. അപ്പം ഇത് രണ്ടും അല്ലാന്ന് എന്തായാലും ഉറപ്പാണ്. ഇത് രണ്ടും ആണോ എന്നുള്ളതിലാണ് നമുക്ക് ഡൗട്ട് വരാം. അപ്പം മനോഭാവങ്ങളുടെ കുറിച്ചിട്ട് വിലയിരുത്തിയിട്ട് നമുക്കൊരു ബോധം ഉണ്ടാവുന്നത് ആത്മവിശ്വാസമാണ്. ഓക്കെ, ശരിയും തെറ്റും മനസ്സിലാക്കിയിട്ട് നമ്മളെ കുറിച്ചിട്ടൊരു ബോധം ഉണ്ടാകുന്നത് ആത്മബോധമാണ്. ഓക്കെ, ഇനി മാറിപ്പോവരുത് കേട്ടോ. ദെൻ 22. വളരെ മിടുക്കനായിരുന്ന രാജേഷ് 10ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ അവൻ്റെ പ്രതീക്ഷിത നിലവാരത്തിൽ എത്തുന്നില്ല. ഇവൻ്റെ ഈ പ്രശ്നത്തിന് ഏറ്റവും പ്രധാന കാരണമാകുന്നത് എന്താണെന്നാണ്? ഓപ്ഷൻ എ സഹപാഠികളുടെ സ്വാധീനം, ഓപ്ഷൻ ബി കുടുംബ പശ്ചാത്തലം, ഓപ്ഷൻ സി സാമുദായിക സംഘർഷങ്ങൾ, ഓപ്ഷൻ ഡി സ്കൂൾ അന്തരീക്ഷം. അപ്പം നമുക്ക് ഇവിടെ ആകെ ഉള്ളൊരു ഹിന്റ് എന്താണ്? ഈ രാജേഷ് 10ാം ക്ലാസ്സിൽ എത്തിയപ്പോഴാണ് ഓൻ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അല്ലേ? അപ്പം അവിടെ ക്ലാസ് മാറി. ക്ലാസ് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ആരായിരിക്കും മാറുക? കൂട്ടുകാരല്ലേ മാറുക. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരിക സഹപാഠികളുടെ സ്വാധീനമാണ്. അല്ലാണ്ട് കുടുംബ പശ്ചാത്തലം മാറുണ്ടോ? കുട്ടി 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ വേറൊരു കുടുംബത്തേക്ക് ആയി പോകുന്നുണ്ടോ? ഇല്ല. ദെൻ സാമുദായിക സംഘർഷങ്ങൾ ഉണ്ടാവുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് ആദ്യമേ പറയണം അല്ലേ? ദെൻ സ്കൂൾ അന്തരീക്ഷം, സ്കൂൾ മാറി എന്നുള്ളൊരു ഓപ്ഷൻ തരികയാണെങ്കിൽ സ്കൂൾ അന്തരീക്ഷമായിരുന്നു. സ്കൂൾ മാറി 10ാം ക്ലാസ്സിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആയിട്ട് സ്കൂൾ അന്തരീക്ഷമാണ് വരിക, എന്നിട്ടല്ലേ കൂട്ടുകാർ വരുള്ളൂ. സോ അതുമല്ല, ഇവിടെ കറക്റ്റ് ആൻസർ വരിക സഹപാഠികളുടെ സ്വാധീനമാണ്. ദെൻ 22. പിയാഷെയുടെ വൈജ്ഞാനിക വികാസ സിദ്ധാന്തം അനുസരിച്ച് ശ്രേണീകരണം സീരിയേഷൻ കേട്ടോ രൂപീകൃതമാകുന്നത് ഏത് ഘട്ടത്തിലാണ് എന്നാണ്? സോ മൂർത്ത മനോവ്യാപാര ഘട്ടം അല്ലേ? മൂന്നാമത്തെ ഇത് തന്നിട്ടുള്ളത് ഓർഡറിലാണ്. ഫസ്റ്റത്തെ ഘട്ടമാണ് ഇന്ദ്രിയ ചാലഘട്ടം, രണ്ടാമത്തെ പ്രാഗ്മനോവ്യാപാര ഘട്ടം, 3 മൂർത്ത മനോവ്യാപാര ഘട്ടം, 4മത്തത് ഔപചാരിക അല്ലെങ്കിൽ അമൂർത്ത മനോവ്യാപാര ഘട്ടം എന്നൊക്കെ പറയും. അപ്പോൾ സീരിയേഷൻ വരുന്നത് മൂർത്ത മനോവ്യാപാര ഘട്ടത്തിലാണ്. ഇനി ഇന്ദ്രിയ ചാലഘട്ടമാണെങ്കിലോ കുട്ടി സെൻസസ് പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. പ്രാഗ്മനോവ്യാപാര ഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുകരണമൊക്കെ തുടങ്ങുന്ന പ്രായം അല്ലേ? പാവക്കുട്ടി എടുത്തിട്ട് അമ്മയും കുട്ടിയായിട്ട് കളിക്കുക, പിന്നെന്താ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ആക്കിയിട്ട് റിമോട്ടുകൾ എടുത്തിട്ട് ചെവി വെച്ചിട്ട് കുട്ടി സംസാരിച്ച് പോവുക, അതൊക്കെയാണ് പ്രാഗ്മനോവ്യാപാര ഘട്ടത്തിൽ വരിക. മൂർത്ത മനോവ്യാപാര ഘട്ടമായപ്പോഴത്തേനും ഇത്തരത്തിലുള്ള കുട്ടിത്തൊക്കെ മാറിയിട്ട് കുറച്ചൊക്കെ ഒന്ന് ഒരു മോണ്ടിസോറി ലെവല് അല്ലേ? സീരിയേഷൻ തുടങ്ങും, ക്ലാസിഫിക്കേഷൻ തുടങ്ങും, പച്ചമുത്തുകളൊക്കെ ഒരു ഭാഗത്തേക്ക് വെക്കുക, അത്തരത്തിലൊക്കെ തുടങ്ങുന്നതാണ് മൂർത്ത മനോവ്യാപാര ഘട്ടം. ദെൻ ഔപചാരിക മനോവ്യാപാര ഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഹയർ തിങ്കിങ്, കുട്ടിക്ക് ഊഹങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന, അതായത് ഒരു 1, 2, 3 ക്ലാസ്സിലുള്ള ആ ഒരു ഹയർ തിങ്കിങ് ആണ് ഔപചാരിക മനോവ്യാപാര ഘട്ടത്തിൽ വരാം. ഓക്കെ, ദെൻ അടുത്തത് കുട്ടികളുടെ പെരുമാറ്റ വൈകല്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും അനുയോജ്യമായ രീതി. പെരുമാറ്റ വൈകല്യമാണ് കേട്ടോ. ആസ് എ ടീച്ചർ നിങ്ങൾ എന്ത് ചെയ്യുന്നതാണ്? ഓപ്ഷൻ എ കർക്കശമായ അച്ചടക്കം നടപ്പിലാക്കുക, ഓപ്ഷൻ ബി എല്ലാ കുട്ടികൾക്കും വ്യക്തിപരമായ ഉത്തരവാദിത്തങ്ങൾ നൽകുക, ഓപ്ഷൻ സി പ്രശ്നക്കാരായ കുട്ടികളെ തരംതിരിച്ച് സ്കൂൾ പ്രവർത്തനങ്ങളിൽ നിന്നും അവരെ വിലക്കുക, ഓപ്ഷൻ ഡി PTA യോഗങ്ങളിൽ വിഷയം ചർച്ച ചെയ്യുക. ഓക്കെ, ഏതാണ് കറക്റ്റ് ആൻസർ വരിക? ഓരോ കുട്ടികൾക്കും അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തം കൊടുക്കുക. അതായത് ഓരോ കുട്ടികൾക്കും ഓരോ ഉത്തരവാദിത്തം കൊടുക്കുമ്പോൾ പിന്നെ അവർ അയിമൽ ഫോക്കസ് ചെയ്ത് പോകും അപ്പോൾ വാശി പിടിക്കുന്ന കുട്ടികൾക്ക് വാശി പിടിക്കാൻ നേരം ഉണ്ടാവില്ല, അവർക്ക് ഫോക്കസ് ചെയ്യാൻ വേറെ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം കൊടുത്തിട്ടുണ്ടാകും.
അല്ലാണ്ട് അച്ചടക്കം നല്ല കർക്കശമായിട്ടുള്ള അച്ചടക്കം ഉണ്ടാക്കിയാൽ ആ സിറ്റുവേഷൻ വേഴ്സ് ആയി പോവേ ഉള്ളൂ അല്ലേ. കുട്ടികൾ നന്നായിട്ട് വാശി പിടിക്കത്തേ ഉള്ളൂ. ഞാൻ പ്രശ്നക്കാരായ കുട്ടികളെ തരംതിരിച്ച് ഓലെ മാറ്റി നിർത്തിയാലോ സെയിം ആയിരിക്കും, ഇവരെ അതിലേറെ പ്രശ്നക്കാരാകും. പിന്നെ PTA ചർച്ച ചെയ്തിട്ട് എന്താണ് കാര്യമുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ മുന്നേ ഒരു ടീച്ചർ ചെയ്യേണ്ടത് വ്യക്തിപരമായിട്ടുള്ള ഉത്തരവാദിത്തം ആ കുട്ടികൾക്ക് കൊടുത്താൽ തന്നെ കുട്ടികൾ ക്ലാസ്സിൽ എന്ത് ചെയ്യും, നല്ല അച്ചടക്കമുള്ള കുട്ടികളാവും. അപ്പം ഞാൻ ക്ലാസ് എത്തുന്ന സമയത്ത് ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി തീരെ സീറ്റിൽ അടങ്ങിയിരിക്കൂല, ഉപദ്രവമൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ ഇടയ്ക്ക് നീറ്റ് നടക്കും, ഒരു റോക്കറ്റ് ഉണ്ടാക്കി പറത്തും, അത്തരത്തിലുള്ള ഓരോ പെരുമാറ്റ വൈകല്യങ്ങൾ. അപ്പോൾ ആ കുട്ടിക്ക് ഞാൻ എന്ത് ടാസ്ക് കൊടുത്തു, കുട്ടിയോട് പറഞ്ഞു സംസാരിക്കുന്ന കുട്ടികൾ അല്ലേ അവരെ കണ്ടെത്തിയിട്ട് എന്നോട് വന്നിട്ട് പറയണമെന്ന് പറഞ്ഞു. പിന്നെ ഈ കുട്ടിക്ക് റോക്കറ്റ് പറത്താൻ നേരമുണ്ടോ? ഇല്ല. ഈ കുട്ടി നല്ല കുട്ടിയാവും. എന്ത് ചെയ്തു, അവന് സംസാരിക്കുന്നവരുടെ പേരുകളൊക്കെ എഴുതി എനിക്ക് കൊണ്ടുവന്ന് തരും. അത്തരത്തിൽ എന്ത് ചെയ്യുക, പെരുമാറ്റ വൈകല്യമുള്ള കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള എന്തെങ്കിലും ടാസ്കുകൾ കൊടുക്കുക. ഓക്കെ. അടുത്തത് നിശ്ചിത കാലയളവിലുള്ള പഠന പുരോഗതിയെയും നേട്ടങ്ങളെയും പ്രതിപാദിക്കുന്ന രേഖ. ഓക്കെ, നിശ്ചിത കാലയളവിലുള്ളതാണ് കേട്ടോ. ഓപ്ഷൻ എ അച്ചീവ്മെന്റ് റെക്കോർഡ്, ഓപ്ഷൻ ബി അനക്ഡോട്ടൽ റെക്കോർഡ്, ഓപ്ഷൻ സി പോർട്ട്ഫോളിയോ, ഓപ്ഷൻ ഡി റൂബ്രിക്സ്. സോ കറക്റ്റ് ആൻസർ വരിക അനക്ഡോട്ടൽ റെക്കോർഡ് അല്ലെ. നിശ്ചിത കാലയളവിലുള്ള കുട്ടിയുടെ കാര്യങ്ങൾ എഴുതി വെക്കുന്നതാണ് അനക്ഡോട്ടൽ റെക്കോർഡ്. അച്ചീവ്മെന്റ് റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടി അച്ചീവ് ചെയ്തിട്ടുള്ള കലാപരമായിട്ടോ അല്ലെങ്കിൽ പഠനപരമായിട്ടോ ഒക്കെ അച്ചീവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെക്കുന്നതാണ് അച്ചീവ്മെന്റ് റെക്കോർഡ്. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ അസൈൻമെന്റും സെമിനാറും പ്രൊജക്റ്റും അത്തരത്തിലുള്ള കുട്ടികളുടെ ആക്ടിവിറ്റീസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഫയൽ, അതാണ് പോർട്ട്ഫോളിയോ. റൂബ്രിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, റൂബ്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിലയിരുത്തലിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. ഓക്കെ. ദെൻ അടുത്തത് 26, വികാസവുമായി ബന്ധപ്പെട്ട 2 പ്രസ്താവനകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഒന്ന്, വികാസം പാരമ്പര്യത്തെയും സാഹചര്യങ്ങളുടെയും ഉൽപ്പന്നമാണ്. ദെൻ പരിപക്വനം പഠനത്തിന് അനിവാര്യമാണെന്ന് വൈജ്ഞാനിക വികാസ സിദ്ധാന്തങ്ങൾ ഊന്നി പറയുന്നു. ഓക്കെ, അപ്പൊ ഇതിൽ ശരിയേത് തെറ്റേത് എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ ഏതാണ്, 2 പ്രസ്താവനകളും ശരിയാണ്. ഓക്കെ. അടുത്തത്, താഴെ പറയുന്നവയിൽ ബ്രൂണറുടെ വൈജ്ഞാനിക വികാസ സിദ്ധാന്തവുമായി ബന്ധമുള്ളത് ഏത്? ഓപ്ഷൻ എ സാമൂഹിക പഠനം. ബ്രൂണറുടെ ആയിട്ട് ബന്ധമുണ്ടോ? ഇല്ല. ബ്രൂണർ സാമൂഹിക പഠനമായിട്ട് ഒരു കാര്യവും പറയുന്നില്ല കേട്ടോ. ദെൻ പ്രതിഫലന പഠനം, അതും ഇല്ല. കണ്ടെത്തൽ പഠനം, വാചിക പഠനം. ഏതാണ്? കണ്ടെത്തൽ പഠനമാണ് നമ്മളുടെ ബ്രൂണർ കൊണ്ടുവന്നിട്ടുള്ളത്. ഡിസ്കവറി ലേണിംഗ് അല്ലെ, കുട്ടി തന്നെ ഗവേഷകനായിട്ട് ഇറങ്ങിയിട്ട് കുട്ടി തന്നെ അതിന്റെ സൊല്യൂഷൻ സ്വമേധയാ കണ്ടെത്തി കൊണ്ടുവരാം. അവിടെ ടീച്ചർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇടയ്ക്ക് ഒരു കൈത്താങ്ങ് കൊടുക്കാം. അല്ലെങ്കിൽ കുട്ടി എന്ത് ചെയ്യുക, ലൈബ്രറി പോയി റെഫർ ചെയ്യുന്നു, കണ്ടെത്തുന്നു. അതാണ് നമ്മളുടെ കണ്ടെത്തൽ പഠനം. ദെൻ 28, വളരെ സങ്കീർണമായ ഒരു പ്രവർത്തനം പഠിപ്പിക്കുന്ന അവസരത്തിൽ ടീച്ചർ കുട്ടികൾക്ക് പ്രബലനം നൽകുന്നു. സങ്കീർണമാണ് കേട്ടോ, നല്ല ബുദ്ധിമുട്ടുള്ള ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രവർത്തനം കൊടുക്കുമ്പോൾ ടീച്ചർ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പ്രബലനം കൊടുക്കുന്നുണ്ട്. സോ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും അനുയോജ്യമായ പ്രബലനം ഏത്? ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ അനുസ്യൂത പ്രബലനം, കണ്ടിന്യൂസ് ആയിട്ട് പ്രബലനം കൊടുക്കുക. ദെൻ നിശ്ചിത സമയക്രമം പ്രബലനം, ഒരു ഇന്റർവെൽ അനുസരിച്ച് ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ ഒരു പ്രബലനം, അത്തരത്തിൽ കൊടുക്കുക. ദെൻ നിശ്ചിത എണ്ണ പ്രബലനം, ദെൻ വ്യത്യസ്ത പ്രബലനം. സോ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആൻസർ നമ്മളോട് ചോദിച്ചത് ഏതാണ്? അനുസ്യൂത പ്രബലനം അല്ലേ. കണ്ടിന്യൂസ് ആയിട്ട് ടീച്ചർക്ക് കൊടുക്കേണ്ടി വരും. ഇപ്പം നല്ല ടെക്സ്റ്റ് ബുക്കിലൊന്നും ഇല്ലാത്തൊരു മാത്സ് പ്രോബ്ലം കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടീച്ചർക്ക് ചിലപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കേണ്ടി വരും. ഏത്? പ്രബലനം മീൻസ് ഒരു കൈത്താങ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പം എന്ത് ചെയ്യാം, കുട്ടികൾക്ക് ഇങ്ങനെ ആൻസറിലോട്ട് വരാം. ചെറിയ ചെറിയ പോയിന്റുകൾ, ഹിൻറ്റുകൾ ടീച്ചർ ഇങ്ങനെ കൊടുക്കാം. നേരെ മറിച്ച് നിശ്ചിത സമയക്രമം 5 മിനിറ്റ് ഇങ്ങനെ ടീച്ചർ കാത്തുന്നു, ഇനിയൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത പ്രബലനം കൊടുക്കാം. അത്തരത്തിലുള്ളൊരു പ്രബലനമല്ല എന്ത് ചെയ്യേണ്ടത്, ഇവിടെ കൊടുക്കേണ്ടത്. സങ്കീർണമായ പ്രവർത്തനമാണ് കേട്ടോ. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ടീച്ചർ എന്ത് ചെയ്യണം, ഹിൻറ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ നിശ്ചിത എണ്ണം പ്രബലനം, ടീച്ചർ ഇത് പ്രോബ്ലം കൊടുക്കുമ്പോൾ തന്നെ പറയുകയാണെങ്കിൽ ഞാൻ 5 പ്രബലനേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാം. അല്ല, നമ്മൾ എന്താണ്, അതുപോലെ വ്യത്യസ്ത പ്രബലനം, പല പല പ്രബലനം കൊടുത്തിട്ട് കാര്യമല്ല. നമ്മൾ എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് കുട്ടികളുടെ ബാക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കണം. ഓക്കെ. ദെൻ 29, പിതാവിൻ്റെ ക്രിമിനൽ സ്വഭാവവും ശിഥിലമായ കുടുംബ സാഹചര്യവുമുള്ള 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് രാമു. ഇവിടെ അധ്യാപകന്റെ അല്ലെങ്കിൽ അധ്യാപികയുടെ ദൗത്യം എന്ത്? സോ ഒന്ന്, പ്രതികൂലമായ കുടുംബ പശ്ചാത്തലത്തിന്
പരിഹാരമായ അനുകൂല പഠനാന്തരീക്ഷം അവന് നൽകുക. ദെൻ ബി, കുടുംബ സാഹചര്യവുമായി പൊരുത്തപ്പെട്ടു പോവാൻ നിർദ്ദേശിക്കുക. ഇതല്ല എന്നുള്ളത് ഉറപ്പാണ് അല്ലേ. ഓപ്ഷൻ സി, അവന് വേണ്ട സാമ്പത്തിക സഹായം നൽകുക. ഓപ്ഷൻ ഡി, മാതാപിതാക്കൾക്ക് ഉപബോധനം നൽകുക. ഏതാണ് കറക്റ്റ് ആൻസർ വരിക? പ്രതികൂലമായ കുടുംബ പശ്ചാത്തലത്തിന് പരിഹാരമായ അനുകൂല പഠനാന്തരീക്ഷം ടീച്ചർ കൊടുക്കാനായിട്ട് നോക്കാം. ഓക്കെ, സ്കൂളിൽ വരുമ്പോൾ കുട്ടിക്ക് നല്ല അനുകൂലമായിട്ടുള്ള ഒരു പഠനാന്തരീക്ഷം കൊടുക്കാനായിട്ട് നോക്കാം. ഓക്കെ, ദെൻ അടുത്ത ലാസ്റ്റത്തത്, ശരിയുത്തരം നൽകുന്ന ആൺകുട്ടികൾക്ക് പ്രോത്സാഹനം നൽകുകയും എന്നാൽ പെൺകുട്ടികൾക്ക് അത് നൽകാതെയും പെരുമാറുന്ന ടീച്ചർ പ്രകടിപ്പിക്കുന്നത് എന്താണെന്നാണ്. സോ ലിംഗപക്ഷപാതം, ലിംഗ സ്റ്റീരിയോ ടൈപ്പ്, ലിംഗവിവേചനം, ലിംഗസ്വത്വം. ഏതാണ്? ലിംഗവിവേചനം അല്ലെ. ബാക്കി ഓപ്ഷൻസ് നോക്കാം. അപ്പൊ പക്ഷപാതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഇപ്പൊ പണ്ടത്തെ കാലത്തൊക്കെ ഉണ്ടായിരുന്നത് എന്താണ്, സ്ത്രീകൾ വീടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റൂല, അവര് വീട് നോക്കേണ്ട ആൾക്കാരാണ്. എന്താണ്, പുരുഷന്മാർ പുറത്തിറങ്ങിയിട്ട് അധ്വാനിച്ച് ജോലി ചെയ്യേണ്ട ആൾക്കാരാണ്. അത്തരത്തില് ഒരു ജെൻഡറിന്റെ പണി ഇതാണ് എന്ന് തീരുമാനിക്കുന്നതാണ് ജെൻഡർ ബയാസ്. ഓക്കെ, ലിംഗപക്ഷപാതം. അത് പഴയ കാലത്തുണ്ടായിരുന്നു, പക്ഷെ ഈ കാലത്ത് അത്തരത്തിലുള്ളത് ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ലിംഗ സ്റ്റീരിയോ ടൈപ്പ് അല്ലെ, അല്ലെങ്കിൽ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ്, അതായത് നമ്മൾ ഒരു സെക്സിനെ അല്ലെങ്കിൽ ഒരു ജെൻഡറിനെ കാണിക്കാനും വേണ്ടിയിട്ട് പറയുന്നത്. ഇപ്പൊ സ്വാഭാവികമായിട്ടും സ്ത്രീകൾ എന്താണ്, ഇമോഷണലി അറ്റാച്ച്ഡ് ആണ് എന്ന് പറയും അല്ലേ. നമുക്ക് പെട്ടെന്ന് കരച്ചിൽ വരും, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഇമോഷണൽ ആകും എന്ന് പറയും. നേരെ മറിച്ച് പുരുഷന്മാരെന്താണ്, ലോജിക്കലി അറ്റാച്ച്ഡ് ആണ്. അവരൊരു കാര്യം പറയുകയാണെങ്കിൽ അതിൻ്റെ ഭാവികളൊക്കെ ആലോചിച്ചിട്ടാണ് ഒരു കാര്യം ചെയ്യുക. ഓക്കെ, പക്ഷെ നമ്മൾ അങ്ങനെ ആയിരിക്കില്ല, നമുക്ക് ചിലപ്പോൾ ആ കാര്യം പെട്ടെന്ന് ചെയ്ത് തീർക്കണം അല്ലേ. അതാണ് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ്. ഓരോ ജെൻഡറിനും ഓരോ സ്റ്റീരിയോ ടൈപ്പ് ഉണ്ടാകും. പിന്നെ ലിംഗവിവേചനം ഇപ്പം പറഞ്ഞു. പിന്നെ ലിംഗ ഐഡന്റിറ്റി. ഓക്കെ, ജെൻഡർ ഐഡന്റിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് ജെൻഡർ ആണെന്ന് തോന്നുമല്ലോ. അപ്പോൾ നമ്മളുടെ ഇന്നർ സെൻസിൽ നമുക്ക് ഉള്ളിൽ എന്താണോ തോന്നുന്നത് അതാണ് ജെൻഡർ ഐഡന്റിറ്റി. ഓക്കെ, അപ്പൊ ഇവിടെ അധ്യാപികയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്താണ്, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ് അല്ലെ, ലിംഗവിവേചനാണ്. ആൺകുട്ടികൾക്ക് മാത്രം സമ്മാനം കൊടുത്തു, അതേ വർക്ക് ചെയ്യുന്ന പെൺകുട്ടികൾക്ക് സമ്മാനമൊന്നും ഇല്ല. ഓക്കെ, സോ ഇതാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളുടെ കാറ്റഗറി 2 എന്ന് വന്നിട്ടുള്ളത്. 30 എണ്ണവും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഡൗട്ട്സ് ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.